മ്യൂസിക് ഡയറക്ടർ ആണോ മാഷേ? അയ്യോ സാറായിരുന്നോ? സാറ് ഇവിടെ വരുമെന്ന് വിചാരിച്ചില്ല. എടാ നമ്മുടെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ വന്നേക്കണം. സാറേ ഇരിക്കും സാറേ. കുഴപ്പമില്ല. സാറിങ്ങനെ നിൽക്കണ ഞാൻ ഡയറക്ടർ സാറ് എന്നെ ചീത്ത പറയും. ഓഹോ കുഴപ്പമില്ല. ഇനി ഞാൻ കാരണം മോന് ചീത്ത കേൾക്കണ്ട. ഇരുന്നേക്കാം. മോനെ ഇത്തിരി ചൂടുവെള്ളം കിട്ടും. അറേഞ്ച് ചെയ്യാം സാർ. ഓക്കെ. അവനെവിടെ? ആര്? നിങ്ങളുടെ സംവിധായകൻ. അയ്യോ ഡയറക്ടർ സാറോ? സാറവിടെ മോണിറ്ററിന്റെ മുമ്പിൽ ഇരിക്കുക. ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ. തെങ്ങടെ ഗോപൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. പിന്നെ വരുമ്പോ ആ മോണിറ്ററെ കൂടി വിളിച്ചോളാം പറ. പരിചയപ്പെട്ടിരിക്കാലോ. അല്ല സാർ ഈ മോണിറ്ററിനെ കൂടെ വിളിക്കാൻ പറഞ്ഞ മനസ്സിലായില്ല. അല്ല മോണിറ്റർ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് വെറുതെ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞതാ. അവൻ തിരക്കാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറയണം. എനിക്കും എന്റെ പിള്ളേർക്കും വേറെ ഓഡീഷനിൽ പങ്കെടുക്കാനുണ്ടേ. അല്ല അപ്പൊ ഈ ഓഡിഷൻ വന്ന പിള്ളേരോട് വന്നാണോ? അവർ എന്റെ കൂടെ വന്നതാണ്. എണീക്കണോ? മനസ്സിലായില്ല. തെങ്ങണ ഗോപൻ ആരായാലും കടക്കട ഓർത്ത്. ഈ തെങ്ങണ ഗോപനല്ലാതെ എന്റെ പിള്ളേരുടെ പാടുന്ന പ്രശ്നമില്ല. ഞാൻ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് എന്റെ ഈ പിള്ളേർ. ആണോ? ഇയാളല്ലാതെ നിങ്ങൾ പാടൂലേ? അതിന് ഇയാളാരാണ്? അപ്പൊ നിങ്ങൾക്കും അറിയൂലേ? ഞങ്ങൾക്കറിയാൻ പാടില്ല. ഓഡീഷൻ നടക്കുന്ന സ്ഥലമാണെന്ന് ചോദിച്ചപ്പോ വഴി കാണിച്ചു തരാന്ന് പറഞ്ഞോണ്ട് ആ ഗേറ്റിന്റെ അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ കൂടിയതാണ് എന്റെ സാറേ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാണിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് വരുന്നത്. പിന്നെ മക്കളെ നന്നായി പാടണം. ഇങ്ങോട്ട് വഴി കാണിക്കാമെങ്കിൽ അങ്ങോട്ട് വഴി കാണിച്ചു തരാൻ എനിക്ക് പറ്റും. അപ്പൊ മാമൻ പുറത്തു കാണും. ഓക്കെ ഓരോന്നൊക്കെ കയറി നിന്നോളും മനുഷ്യനെ വരക്കെടുത്താനായിട്ട്. നിങ്ങൾ റെഡിയല്ലേ? റെഡിയാണ് സാർ. ഓക്കെ തുടങ്ങിക്കോ. റെഡി. തുളസി
മനസ്സിനുള്ളിൽ മതി കബടിയാടും